ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിനെ ആഴ്സണൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സെമി ഫൈനലിന് യോഗ്യത നേടണമെങ്കിൽ റയൽ മാഡ്രിഡ് ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ തോൽവി പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ റെലേവോ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി അടുത്ത സീസണിൽ റയലിനോടൊപ്പം ഉണ്ടാവില്ല. ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ ക്ലബ്ബ് ഒഴിവാക്കും. അദ്ദേഹം ഇനി തുടരുക എന്നുള്ളത് പ്രാക്ടിക്കലി അസാധ്യമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റെലേവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റോഡ്രയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ക്ലബിനകത്ത് തുടരണമെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒന്നുകിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡ് നേടണം, അതല്ല എങ്കിൽ ചുരുങ്ങിയത് ലാലിഗയെങ്കിലും റയൽ നേടണം. എന്നാൽ മാത്രമാണ് ആഞ്ചലോട്ടിയെ ക്ലബ്ബ് നിലനിർത്തുകയുള്ളൂ. നിലവിലെ അവസ്ഥയിൽ അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം വഷളാണ്. വലൻസിയയോട് പരാജയപ്പെട്ടു, അതിനുശേഷം ആഴ്സണലിനോട് ഇപ്പോൾ പരാജയപ്പെട്ടു. നേരത്തെ FC ബാഴ്സലോണയോട് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോപ്പ ഡെൽറേ ഫൈനൽ മാത്രമാണ് റയലിന്റെ മുന്നിലുള്ള ഏക പ്രതീക്ഷ. എതിരാളികൾ ചിരവൈരികളായ FC ബാഴ്സലോണയാണ്. ഏതായാലും അടുത്ത സീസണിൽ ഇനി കാർലോ ആഞ്ചലോട്ടി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പലരും സാബി അലോൺസോയെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി റെലേവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.